ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ നല്ല മെറ്റിയ മിരിങ്ങയ്ക്ക കൊണ്ട് ഒരു മട്ടൻ കറി വെക്കണം എങ്ങനെ നോക്കാം. അതിന് മട്ടൻ്റെ കൊഴുപ്പ് കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിന് ഞാനൊരു 6 മിരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ആദ്യം കുക്കറിലിട്ട് ഒരു 4 വിസിലിട്ട് എടുക്കാം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കസകസ സ്റ്റാർപ്പൂ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. ഇത്തിരി പട്ട, 2 ഏലക്ക. ഇത്രയിട്ട് നമുക്ക് നന്നൊന്ന് ചുവക്ക വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 10 കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിലൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അധികം എരിപ്പ് വേണമെന്നില്ല അതിന്. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി. നമുക്കൊരു ചെറിയ ജീരകം ഇതുപോലും ഇതിലിട്ട് കൊടുക്കാം. ഒരു മഞ്ഞൾപ്പൊടി. ഞാൻ കരിവേപ്പില ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി കരിവേപ്പില പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നല്ല മണലി പരുവത്തിന് ഞാൻ ഒന്ന് മസാല വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഇത്രയും മട്ടൻ കൊഴുപ്പ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചായിരുന്നാലും കുറച്ച് മതി. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള സാധനം ഒരു 2 തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. 4 എരിയുള്ള പച്ചമുളക്, 3 എരിയില്ലാത്ത പച്ചമുളക്, ഒരു 10 കഷ്ണം ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും വന്നിട്ട് ഞാൻ ഇത് കുറപ്പ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് മല്ലിക്കുഴ, പുതിന. മുരിങ്ങയ്ക്ക് ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കുക്കറിൽ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയ്ക്കയിലുള്ള വെള്ളം തന്നെ ഇതിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിൽ ശകല മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. ഇതൊക്കെ ഞാൻ തനിയെടുത്ത്. അപ്പോൾ ഇതിൻ്റെ ആ തണ്ടിനെ തനിയാണ്. അപ്പോൾ ഇതിന് നമുക്കിനി നല്ലവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ച് നവിടി ഇതിൻ്റെ ചാറിന് നമുക്കെടുക്കാം. ഇപ്പോൾ കണ്ട ഇതിൻ്റെ കൊത്തൊക്കെ നമുക്കിനി ആവശ്യമില്ല. പിന്നെ നമുക്കിതിനെ ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിലിട്ട് ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ എല്ലാ ചാറും ഇതിൻ്റെ അകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് നമുക്കൊരു ഇളക്ക് കൂടെ ഇളക്കി കൊടുക്കാം. സ്റ്റേജിൽ നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം അരപ്പൊഴിച്ച് കൊടുത്ത് നമുക്കിനി ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയ്ക്ക മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനം നമുക്കിത്തിരി മല്ലിച്ചപ്പ് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 പുതിന. അപ്പത്തിനാണെങ്കിലും ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റ്. നമുക്ക് ഇതൊന്നൊന്ന് കഴിച്ച് നോക്കാം. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നോക്കാം എങ്ങനെ ഇരിക്കണം. സൂപ്പറായിരിക്കണം. നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.